ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനയ് മോഹൻ. ഞാനിപ്പോൾ വന്നിരിക്കുന്ന ഒരു വീട്ടിലൂടെ നിങ്ങളുടെ കുറച്ച് പരിചയപ്പെടുത്തുന്നതാണ്. വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ കഴിച്ചപ്പോൾ നല്ല ഒരു ഊണാണ് തോന്നുന്നത്. 70 രൂപയാണ് ഊണിൽ വരുന്നത്. ഒരു വീട്ടിലൊരു ചേച്ചി ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു സംരംഭമാണ്. നമുക്കൊന്ന് അങ്ങോട്ടൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മൾ ബെറ്റി ചേച്ചിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബെറ്റി ചേച്ചി. അപ്പോൾ പുള്ളിക്കാരത്തി ഒരു പാഴ്സൽ വിളമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ വന്നത്. ചേച്ചി, എന്തൊക്കെയാണ് നമുക്ക് 70 രൂപയുടെ ഊണിൽ എന്തൊക്കെയാണുള്ളത്? നമുക്ക് മീൻകറിയുണ്ട്, അതായത് കേരറ്റ് പീസാണ്, സാമ്പാർ, മോര്, പച്ചക്കറി മെഴുക്ക് വെട്ടി, അച്ചാർ, മീൻ വറുത്തത്, രണ്ട് മീൻ വറുത്തത്, മത്തി. അതാണ് നമ്മൾ 70 രൂപയ്ക്ക് ഊണ് കൊടുക്കുന്നത്. ഒന്ന് വിളമ്പി കാണിച്ച് നോക്കും. ഞാനിപ്പോൾ ഒരു പാഴ്സൽ എടുക്കാൻ പോവാണ്. പാഴ്സലിന് എത്ര രൂപയാണ്? പാഴ്സലിന് 70 രൂപ തന്നെ. ഇങ്ങോട്ട് വരുവാണെങ്കിൽ എങ്ങനെ വരണ്ടേ? ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഹോംപേടും നേരെ പടിഞ്ഞാറേ എന്നുള്ള റോഡിൽ കൂടെ കയറി തെക്കോട്ടുള്ള കാട റോഡിൽ കയറി ഇങ്ങോട്ട് ആദ്യത്തെ മതിൽ കഴിയുമ്പോൾ പടിഞ്ഞാട്ട് കിടക്കുന്ന വഴി കയറി വരുമ്പോൾ തന്നെ എൻ്റെ വീടാണ്. മെയിൻ അടയാളം ഈ ലേസൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റും അല്ലേ? അകത്തോട്ട് നോക്കുമ്പോൾ കാണാവുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ബീട്രൂട്ട് അച്ചാർ വെച്ച് ചോറും വെച്ച്, അടുത്തത് മീൻചാറാണ്. കേരക്കറി അല്ലേ? കേരക്കറി, സാമ്പാർ, പച്ചമോര്, ചെമ്മീൻ ചമ്മന്തി, മത്തി വറുത്ത് 2 എണ്ണം. പാർസലിന് സെപ്പറേറ്റ് വിലയൊന്നും ഇല്ലല്ലേ? 70 രൂപ തന്നെയല്ലേ? ചേച്ചി ഒറ്റയ്ക്ക് കിടത്ത എത്ര മണിക്ക് തുടങ്ങും അപ്പോൾ പരിപാടി? കൂടെ സഹായിക്കാനൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് എത്ര മണി കിട്ടാം ഊണ് അവൈലബിൾ? 12 മണി. എത്ര മണി വരെ ധൈര്യമായിട്ട്? എത്ര മണി വരെ? 2 മണി വരെ. അപ്പോൾ 2 മണി വരെ ധൈര്യമായിട്ട് വരാൻ പറ്റും അല്ലേ? അപ്പോൾ 70 രൂപ ഉണ്ടെങ്കിൽ മീൻകറിയും കൂട്ടി മീൻ വറുത്തതും കൂട്ടി നല്ല സുഭിക്ഷമായിട്ടൊരു ഊണ് കഴിക്കും. ഓക്കെ, പാക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങോട്ട് ഇത് ഒരു വീട്ടിലൂണാണ്. ജസ്റ്റ് ഡേ കൂടെ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യാണ്, കൂടെ എനിക്കായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവരെ ഇൻട്രപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെ എല്ലാവരും ഇതുപോലുള്ള ആൾക്കാരെ അറിയണം, മനസ്സിലാക്കണം. പറ്റുമെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം. കാരണം വേറെ ആദ്യം രാവിലെ തൊട്ട് തുടങ്ങുന്ന ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് തുടങ്ങി ഒറ്റയ്ക്ക് ഒരാൾ കൊണ്ടുപോകുന്ന ഇത് പ്രസ്ഥാനമാണ്. നമ്മളെപ്പോലുള്ളവർ ഇങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ മാക്സിമം പരമാവധി ഉയർത്തിക്കൊണ്ട് വരേണ്ടത്. മാക്സിമം ഇപ്പോൾ ഞാൻ കഴിച്ചിട്ട് നല്ലൊരു വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. നമ്മൾ സൂപ്പർ അല്ല